ശ്രീ റോജി എം ജോൺ, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, ബഹുമാന്യനായ ഉദുമ അംഗം ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മോദി സർക്കാർ ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ എന്നുള്ള ചർച്ചകൾ നിങ്ങൾ നടത്തിയാൽ മതി, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. മോദി സർക്കാർ ഈ രാജ്യത്ത് ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമാണ്. കാരണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നല്ല പ്രതിപക്ഷ നേതാവാണ് എന്ന് ഭരണകക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ വലിയ അപമാനമുണ്ടോ സാർ? ഭരണകക്ഷിക്ക് അനഭിമതനായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ സന്തോഷം തന്നെയാണ്. കാരണം ഭരണകക്ഷിയുടെ പോരായ്മകൾ അക്കമിട്ട് നിരത്തി അദ്ദേഹം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്കത് പൊള്ളുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അതവിടെ പറഞ്ഞ് നിർത്തുകയാണ് സാർ. സാർ, ഇവിടെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർ, ക്ഷീരസംഘങ്ങളിലെല്ലാം കർഷകരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഡെയിലി കളക്ഷൻ 100 ലിറ്ററിൽ താഴെയായിട്ടുള്ള നിരവധി സംഘങ്ങൾ നമുക്കുണ്ട്. സർ, ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആവശ്യമായിട്ടുണ്ട്. സർ, കണ്ടിജൻസി ഫണ്ട് നമ്മൾ നൽകാറുണ്ട്. സർ, ഈ പശു ചത്തുപോകുമ്പോൾ അതിന് കൊടുക്കുന്ന ഈ 15,000 രൂപ എന്ന് പറയുന്നത് അതിനെ കുഴിച്ചിടാൻ മാത്രമേ തികയത്തുള്ളൂ. സർ, അതുകൊണ്ട് ആ കണ്ടിജൻസി ഫണ്ട് ഒന്ന് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എണ്ണവും ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഈ ക്ഷീരസംഘങ്ങളിൽ നടത്തുന്ന ഓഡിറ്റ് അത് സമയബന്ധിതമായിട്ട് നടത്തുവാനായിട്ട് സർക്കാർ തയ്യാറാവണം. ഇപ്പോൾ പല സംഘങ്ങളിലും 2021, 22 അതുപോലെ 22, 23 വർഷങ്ങളിലെ ഓഡിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ ക്ഷീരഗ്രാമം പദ്ധതി തുടങ്ങിയ കാലത്ത് 1 കോടി രൂപ അന്ന് കൊടുത്തിരുന്നതാണ്. പിന്നീട് അത് 50 ലക്ഷമാക്കി കുറച്ചു, പിന്നീട് 25 ലക്ഷമാക്കി, പിന്നീട് 10 ലക്ഷമാക്കി. ഇപ്പോൾ ആ 10 ലക്ഷം തന്നെ പഞ്ചായത്തുകൾ 10 ലക്ഷം വെച്ചാലാണ് സർക്കാർ പണം കൊടുക്കൂ എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് നേരത്തേതുപോലെ കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് കൂടുതൽ പഞ്ചായത്തുകൾക്ക് ക്ഷീരഗ്രാമം പദ്ധതി ലഭ്യമാക്കുവാനായിട്ടൊരു ഇടപെടലുണ്ടാവണം. സർ, കാലിത്തീറ്റയുടെ വില വർധനവിനെ സംബന്ധിച്ച് നിരവധി തവണ ഈ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാവപ്പെട്ട ക്ഷീര കർഷകർക്ക് അതിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യാതൊരു തരത്തിലും അവർക്ക് ലഭിക്കില്ല. കാരണം എപ്പോഴെങ്കിലും 1 രൂപ പാലിന് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ 10 മടങ്ങായിട്ട് കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രയോജനം ക്ഷീര കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ് സാർ. സർ, അതുപോലെ തന്നെ കഴിഞ്ഞ സഹകരണ സംഘം ഭേദഗതി നിയമത്തിൽ ഒരു വകുപ്പ് കൊണ്ടുവന്നിരുന്നു. 40 വയസ്സിന് താഴെയുള്ള പുരുഷനും വനിതയും സംഘങ്ങളിൽ അംഗങ്ങളായിട്ട് ഉണ്ടാവണമെന്ന്. സർ, പല സംഘങ്ങളിലും ഇപ്പോൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് 40 വയസ്സിന് താഴെയുള്ള ക്ഷീര കർഷകരെ നമുക്ക് സംഘങ്ങളിൽ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ പല സംഘങ്ങളിലും ഈ 40 വയസ്സിന് താഴെയുള്ള പുരുഷനും വനിതയും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിനകത്ത് ഭരണസമിതിയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുമെന്ന് സർക്കാർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ കാർഷിക വായ്പ 4% പലിശയ്ക്ക് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട്. സർ, ക്ഷീര കർഷകരെയും അവരെ കർഷകരുടെ ഗണത്തിൽപ്പെടുത്തി അവർക്ക് പ്രത്യേകിച്ച് കന്നുകാലിയെ മേടിക്കാനൊക്കെ എടുക്കുന്ന വായ്പ അത് കാർഷിക വായ്പയുടെ പരിധിയിൽപ്പെടുത്തി 4% ആക്കി മാറ്റാനായിട്ട് ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, അതുപോലെ ഇവിടെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വെട്ടിപ്പൊളിച്ച റോഡുകൾ മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. സർ, ഈ കാര്യത്തിൽ സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലമാണ് വരാൻ പോകുന്നത്. ബാക്കി റോഡുകൾ പൂർണ്ണമായും താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും. സർക്കാർ അടിയന്തരമായിട്ട് അക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ ജലസേചന വകുപ്പിന് കീഴിലുള്ള പല സ്ഥലങ്ങളിലും MLA ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ഒക്കെ പദ്ധതി വയ്ക്കാൻ വേണ്ടിയിട്ട് NOCക്ക് വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. സർ, ഇക്കാര്യത്തിൽ ഒരു വികേന്ദ്രീകൃത സംവിധാനം പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിലോ മറ്റോ ഈ NOC കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനം കൂടുതൽ എഫിഷ്യൻ്റ് ആവും. അക്കാര്യത്തിൽ മന്ത്രി ഇടപെടണം. സർ, ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ വർഷവും മലയാറ്റൂർ മല കയറാൻ വരുന്നതാണ്. മലയാറ്റൂരിൻ്റെ മനോഹാരിത അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സർ, അവിടെ ഇറിഗേഷൻ ടൂറിസത്തിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ മണപ്പാട്ടിച്ചിറയൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. സർ, അവിടെ നമുക്ക് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് സിപ്പ് ലൈനും അതുപോലെ കേബിൾ കാർ പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. സർ, ഇവിടെ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സർ, മുനമ്പം പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം. സർ, പണം നൽകി വാങ്ങിയ ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെടുന്ന ആശങ്കയിൽ റവന്യൂ അവകാശങ്ങളില്ലാതെ 600ഓളം കുടുംബങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. മുനമ്പത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അവർ കാലാകാലങ്ങളായി താമസിക്കുന്ന കിടപ്പാടം അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സർ, ഒരു ജനകീയ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാനുള്ള പരിശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്തിൻ്റെ പേരിൽ കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ BJP ശ്രമിക്കുകയാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ ദയവ് ചെയ്ത് സ്വീകരിക്കരുത്. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. കാരണം ഈ വിഷയം അനന്തമായി നീണ്ടുപോകുമെന്ന്. ഇപ്പോൾ കോടതി ഇടപെട്ട് കമ്മീഷനെ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്നം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. സർ, മുനമ്പം വിഷയത്തിന് കോടതി വ്യവഹാരത്തിലൂടെ നമുക്ക് നിയമപരമായ പരിഹാരം കാണുക എന്നുള്ളത് സമീപഭാവിയിൽ ഉണ്ടാവുകയില്ല. ഇവിടെ വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. സർ, ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡാണ് സംസ്ഥാനത്തുള്ളത്.
അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് വഖഫ് ബോർഡിനെയും മുനമ്പത്തെ ജനങ്ങളെയും മറ്റ് ബന്ധപ്പെട്ട വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് ഈ വിഷയത്തിന് ഒരു നാഴിക നേരത്തെ പരിഹാരം കാണുവാനായിട്ട് സർക്കാർ തയ്യാറാവണം. മുനമ്പത്തെ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ട് എത്ര നാളായി സർ? ഞാൻ തന്നെ ഈ നിയമസഭയിൽ നിരവധി തവണ ഇത് ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി മറുപടിയും ചെയ്തിട്ടുള്ളതാണ്. സർ, കമ്മീഷൻ പഠിച്ച ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വേറൊരു സമിതിയെ വെച്ചു. ആ സമിതിയുടെ പഠനം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. എന്ന് തീരും സാർ ഈ പഠനം? സർ, ദയവ് ചെയ്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെക്കാതെ അത് പുറത്തുവിടാനും ശുപാർശകൾ നടപ്പിലാക്കാനും സർക്കാർ തയ്യാറാവണം സർ. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി ചെലവുകൾ 50% വെട്ടിക്കുറച്ചപ്പോൾ എല്ലാ സ്കോളർഷിപ്പുകളും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് സർ. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി, വിദേശ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്കുള്ളത് വെട്ടിച്ചുരുക്കി, മദർ തെരേസ സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കി. സർ, ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പുകളും സർക്കാർ ചുരുക്കിയിരിക്കുകയാണ്. എനിക്കൊരു കാര്യം സർക്കാരിനോട് പറയാനുള്ളത്, ഇങ്ങനെ ഈ സ്കോളർഷിപ്പൊക്കെ വെട്ടിച്ചുരുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് ഈ മദർ തെരേസയുടെയും ജോസഫ് മുണ്ടശ്ശേരിയുടെയും APJ അബ്ദുൽ കലാമിൻ്റെയും ഒന്നും പേര് ആ സ്കോളർഷിപ്പുകൾക്കിട്ട് ദയവ് ചെയ്ത് അവരെ അപമാനിക്കരുത്. ഈ സർക്കാരുകൾ ഈ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കാനായിട്ട് സർക്കാർ തയ്യാറാണ് സർ. ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല സർ, സർക്കാർ ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടാണ് സർ. റീസ്ട്രക്ചറിങ് എന്ന ഓമന പേരിട്ടുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലോക്കേഷനിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 500 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് സർ വരുത്തിയിരിക്കുന്നത് സർ. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കുള്ള 300 കോടി രൂപ 120 കോടി രൂപയാക്കി സർ. അതായത് 1370 കോടി രൂപയുടെ പദ്ധതികൾ അനുവദിച്ചിരുന്നതിൽ നിന്നും കഴിഞ്ഞ വർഷം 20 പദ്ധതികളിലായിട്ട് 500 കോടിയാണ് സർ വെട്ടിയത്. എൻ്റെ കയ്യിൽ അതിന്റെ കണക്കുണ്ട് സർ. ലൈഫ് മിഷൻ വഴിയുള്ള ഭവന പദ്ധതിയും ഇതിൽ ഉൾപ്പെടും. ഭവന പദ്ധതിക്ക് ബജറ്റിൽ വകയിരുത്തുന്ന 300 കോടി രൂപയിൽ കുറവ് വരുത്തിയതോടെ വിഹിതം ഇപ്പോൾ കേവലം 120 കോടി രൂപയായി ചുരുങ്ങി സർ. വീട് എൻ്റെ കയ്യിൽ ഓരോ പദ്ധതികളുമുണ്ട്. വീട് പൂർത്തീകരണവും നവീകരണവും പദ്ധതി കുറച്ചു, വിവാഹ ധനസഹായം പണം കുറച്ചു, പെൺകുട്ടികൾക്കുള്ള വാത്സല്യനിധി പണം കുറച്ചു, അംബേദ്കർ ഗ്രാമം പദ്ധതി ഉൾപ്പെടെ അനുവദിച്ചിരുന്ന തുക വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് സർ. അതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഗണ്യമായി വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ആ സ്കോളർഷിപ്പുകൾ സമയബന്ധിതമായി നൽകാത്തത് കൊണ്ട് ഇന്ന് പാവപ്പെട്ട നിർധനരായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവർ സ്കൂളുകളിൽ വിവേചനം നേരിടുന്ന, അല്ലെങ്കിൽ സ്കൂളുകളിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് സർ. അങ്ങനെ എല്ലാ തരത്തിലും സർ, മറ്റൊരു കാര്യം കൂടി, ഇവിടെ കിഫ്ബി വഴി എൻ്റെ കയ്യിൽ ബഹുമാന്യനായ ശ്രീ M വിജിൻ അംഗത്തിന് ധനകാര്യമന്ത്രി നൽകിയ മറുപടി എൻ്റെ കയ്യിലുണ്ട് സർ. കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞ പ്രഖ്യാപിച്ച എൻ്റെ കയ്യിൽ കൃത്യമായ കണക്കുകളുണ്ട് സർ. 30,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബി വഴി അനുവദിച്ച് ചെലവാക്കിയപ്പോൾ സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അതിൽ അനുവദിച്ചത് കേവലം 78 കോടി രൂപയാണ് സർ. എന്ന് പറഞ്ഞാൽ സർ, നമുക്ക് എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് 10% പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കും 2% പട്ടികവർഗ വിഭാഗങ്ങൾക്കും വേണ്ടി നീക്കിവെച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് 30,000 കോടി രൂപ ചെലവാക്കിയപ്പോൾ സർ, അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 3,000 കോടി വരും സർ. 1% എന്ന് പറഞ്ഞാൽ 300 കോടി വരും സർ. 0.5% എന്ന് പറഞ്ഞാൽ 150 കോടി വരും സർ. 0.5%-നും താഴെ ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 0.5% മാത്രം നീക്കി വെക്കുന്ന ഒരു സർക്കാരാണോ സാർ ഈ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാർ? അത് മാത്രമാണോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുണ്ടാകുന്നത് സാർ. ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഡൽഹിയിൽ ഇരിക്കുന്ന KV തോമസിന് 12.5 ലക്ഷം രൂപയാണ് യാത്രാ ചെലവ്. കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA-യുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും? ഇത് ചോദിച്ചത് ഞാനല്ല സാർ, ബഹുമാന്യനായ ശ്രീ G സുധാകരനാണ്. അദ്ദേഹം ഒരു വാചകം കൂടി ചോദിച്ചു സാർ. അദ്ദേഹം ചോദിച്ചത് ഞാൻ ചോദിക്കുന്നില്ല. അദ്ദേഹം ചോദിച്ചത് സാർ, ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ചോദിച്ചത് ഇത് പുഴുങ്ങി തിന്നാണോ സാർ? ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് പുഴുങ്ങി തിന്നുവോ, കറി വെച്ച് കഴിക്കോ, വറുത്ത് കഴിക്കോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് സാർ. ഇവിടെ പറയുന്നത് സാർ, ഞാൻ പറയുകയാണ്, അതായത് ഇവിടെ 78 വയസ്സായ ശ്രീ KV തോമസിന്
ഈ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒന്നും കൊടുക്കുന്നതിന് Please ഒരു conclude. പ്രായപരിധിയും തടസ്സമില്ല സർ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ- പ്രായപരിധി ബാധകമാണ്. അടുത്ത ആളെ വിളിക്കുകയാണ്. പല നേതാക്കൾക്കും പ്രായപരിധി ബാധകമാണ്. അവസാനിപ്പിക്കൂ. പക്ഷേ KV തോമസിന് പ്രായപരിധി ബാധകമല്ല എന്ന് പറയുമ്പോൾ ശ്രീ ഞാൻ വി. ശശി, പറയുന്നത് അങ്ങേക്ക് ഈ 13 മിനിറ്റ്. സർക്കാരിന്റെ കേരളത്തിലെ ഇടതുപക്ഷ CPM